Hello friends, welcome to our kitchen. Our kitchen we will lime dates pickle. Lime dates pickle ഉണ്ടാക്കാൻ ആവശ്യമുള്ള ചേരുവകൾ നാരങ്ങ, ഈത്തപ്പഴം, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മുളകുപൊടി, ഉലുവ, കടുക് പൊടിച്ചത്, കായം, നല്ലെണ്ണ, വിനീഗർ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ലൈം ഡേറ്റ്സ് പിക്കിൾ ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം അടുപ്പിൽ ഞാനൊരു പാത്രം വെച്ചു. ശേഷം അതിൽ നമ്മൾ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ ലൈം ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ചെറുനാരങ്ങ ഒന്ന് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുനാരങ്ങ ജസ്റ്റ് ഇതിലിട്ടൊന്ന് ഇതാക്കിയെടുക്കുന്നത്. നമ്മളുടെ ഈ നാരങ്ങ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് നല്ലെണ്ണയിൽ കിടന്നിട്ട്. നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്ക് ആക്കാം. ഇനി ഇതേ പാത്രത്തിൽ തന്നെ കുറച്ചും കൂടെ നല്ലെണ്ണ ഒരു 3 ടേബിൾ സ്പൂൺ കൂടെ ഞാൻ നല്ലെണ്ണ ഒഴിച്ചു. അതിലേക്ക് നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ എടുത്ത് വെച്ചത് ഇതിലേക്ക് ഇട്ടു. ഇഞ്ചിയും വെളുത്തുള്ളിയും ഓരോ കപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതൊന്ന് ഒരു ആ പച്ച മണം പോകുന്ന വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ലൈമും ഈത്തപ്പഴവും കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു പിക്കിളാണ്. നല്ല സ്വീറ്റും സോറുമായിട്ടുള്ള ഒരു പിക്കിളാണ്. ആൻഡ് ഹോട്ടും എല്ലാം കൂടെ ചേർന്ന ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഒരു നല്ല ഒരു പിക്കിളാണ്. ഈ ഇഞ്ചി വെളുത്തുള്ളിയും ഈ അടുപ്പിൽ കിടന്ന് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇടാനുള്ള മുളക് പൊടി, അത് 3 ടീസ്പൂൺ മുളക് പൊടി ഞാനിതിലിടും. എന്നിട്ട് നമ്മൾ അതിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പോരാന്ന് തോന്നുകയാണെങ്കിൽ അപ്പം വേണമെങ്കിൽ കുറച്ചും കൂടി നമുക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഇടുന്ന സമയത്ത് 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ടാൽ മതി. അത് സാധാരണ മുളക് പൊടിയല്ല യൂസ് ചെയ്തത്, കാശ്മീരി ചില്ലിപ്പൊടിയാണ് യൂസ് ചെയ്തത്. കുറച്ച് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അച്ചാറാകുമ്പോൾ കുറച്ച് നല്ല റെഡ് കളറ് വേണം. അതുകൊണ്ട് നമ്മൾ കളറൊന്നുമല്ലല്ലോ ചേർക്കുന്നത്. അതുകൊണ്ട് മുളക് പൊടിക്ക് അത്യാവശ്യം നല്ല കളറുണ്ടെങ്കിൽ അത് ഒരു കാണാനും നല്ല ഭംഗിയുണ്ടാവും. പിന്നെ മറ്റേ സാധാരണ മുളക് പൊടിക്ക് കുറച്ച് എരിവും കൂടും, കാശ്മീരി ചില്ലിപ്പൊടിക്ക് എരിവ് കുറയും. വഴറ്റി മുളക് പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി വഴറ്റി ആയ ഐറ്റം നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യുന്ന ഒരു ഇതാണ്. ഇനി പിന്നെ നമ്മൾ ചേർക്കുന്നത് ഡേറ്റ്സ് ആണ്. ഡേറ്റ്സ് ഞാൻ ചെറുതാക്കി കട്ട് ചെയ്ത് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് വെച്ചതാണ്. അപ്പം ഒരു ബൗള് നാരങ്ങയ്ക്ക് 1 കപ്പ് ഡേറ്റ്സ് ഞാൻ യൂസ് ചെയ്തു. അതേമാതിരി 1 കപ്പ് വെളുത്തുള്ളി ഉപയോഗിച്ചു, 1 കപ്പ് ഇഞ്ചി ഉപയോഗിച്ചു. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ടേസ്റ്റ് അധികം വേണ്ട എന്നുള്ളവർക്ക് വേണമെങ്കിൽ അതിൻ്റെ അളവ് അല്പം വേണമെങ്കിൽ കുറയ്ക്കാം. ഇതിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇതിലേക്ക് ഞാൻ കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് എത്ര വെള്ളം അതിൽ എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ചുള്ള വിനീഗറാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്ത് വന്നതിന് ശേഷം ഇതിലേക്ക് പച്ചമുളക്, ഇതൊരു 5 പച്ചമുളക് ഞാൻ നീളത്തിൽ ചെറുതാക്കി കീറിയെടുത്തതാണ്. അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതൊരു 3 ദിവസം നിന്നതിന് ശേഷം കഴിക്കാൻ എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പൊക്കെ നമുക്ക് എത്രയാണോ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും, അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഉപ്പ് പോരാ തോന്നുന്നു നമ്മൾ കുപ്പിയിലാക്കിയതിന് ശേഷമാണെങ്കിലും ഉപ്പൊക്കെ പോരാൻ തോന്നുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ചിലപ്പോൾ 3 ദിവസം നമ്മൾ കുപ്പിയിലിരിക്കുമ്പോൾ ചിലപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ട് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കുറച്ച് വിനീഗർ കുറവാണ്, അല്ലെങ്കിൽ കുറച്ച് ഗ്രേവി ഭയങ്കര തിക്കായിപ്പോയി തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ വിനീഗർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആ വിനീഗർ 1 കപ്പ് വിനീഗർ ഫുള്ളായിട്ട് അതിലൊഴിച്ചു. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് ഉലുവപ്പൊടി ഞാൻ ഇതിൽ ചേർക്കുകയാണ്. അധികം ഉലുവപ്പൊടി അധികം ആവരുത്, കഴിക്കും. ഈ കടുകിൻ്റെ പരിപ്പ് 1 ടേബിൾ സ്പൂണ് ഞാൻ ഇതിൽ ചേർത്തു. നന്നായി മിക്സ് ചെയ്തു. ഇനി അടുത്ത ഒരു ഐറ്റം കായത്തിൻ്റെ പൗഡർ നമുക്ക് ബോട്ടിൽ മേടിക്കാൻ കിട്ടും. മേടിച്ച് വളരെ കുറച്ച് 1/4 ടീസ്പൂണ് കായത്തിൻ്റെ പൊടി ഇതിൽ ചേർത്തു. അത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇതിലേക്ക് കുറച്ചും കൂടെ വിനീഗർ, 1 കപ്പ് വിനീഗർ ഞാൻ ആദ്യം ഒഴിച്ചിട്ടുണ്ടായിരുന്നു.
ഇനി ഒരു അല്പം കൂടെ വിനീഗർ ഞാൻ ഒഴിക്കുകയാണ്. വിനീഗർ, ഉപ്പ് ഇതൊക്കെ പിക്കിൾ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് നമ്മൾ അതിൻ്റെ അപ്പത്തെ അവസരോചിതമായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട സാധനമാണ്. കുറച്ചും കൂടെ വിനീഗർ ഒഴിച്ചു. നന്നായിട്ട് മിക്സ് ചെയ്തു. നമ്മുടെ പിക്കിൾ ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിതിനി ഒരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത് ഈ ബൗളിലല്ല എടുത്ത് വെക്കേണ്ടത്, ഒരു നല്ല എയർ ടൈറ്റ് ബോട്ടിലാക്കി എടുത്ത് വെക്കണം. 3 ദിവസം അങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് കഴിക്കാനെടുക്കാം. എടുക്കുന്ന സമയത്ത് വിനീഗർ പോരായി ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കണം. ഉപ്പ് നോക്കണം, ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരായി ഉണ്ടെങ്കിൽ അതും ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മളുടെ ലൈം ഡേറ്റ്സ് പിക്കിൾ റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം.